എല്ലാവർക്കും കുക്ക് ടേസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ റെസിപ്പി മനസ്സിലായല്ലോ, ചിക്കൻ ബർഗറാണ്. അപ്പോൾ നമ്മുടെ ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് മുട്ടയില്ലാതെ മയോണൈസ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓടിപ്പോയിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 5 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് ബർഗർ ബണ്ണാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, ചെറിയ പാക്കറ്റിൽ അത്യാവശ്യം നല്ല വലിയ ബണ്ണ് മേടിക്കാൻ കിട്ടും. ഒരു 20 രൂപ മറ്റുള്ളൂ തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ബണ്ണായാലും കുഴപ്പമില്ല. ബർഗർ ബണ്ണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുടെ അപ്ലോഡ് ചെയ്യാം. ഒരുമിച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെങ്ത്ത് ഒരുപാട് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, ആ ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ആദ്യം നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. മുട്ട ചേർക്കാത്ത മയോണൈസാണ്. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാലാണ്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുള്ള പാലാണ്. അതായത് ചൂടുമല്ല തണുപ്പുമല്ല. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, ഒരു 2-3 നുള്ളു ഉപ്പിടുക. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4-5 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തത്. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പാലളന്നത് അതേ പാത്രത്തിൽ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ. ഞാൻ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തോന്നിയത് ഒലീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചില സമയങ്ങളിൽ ഈ ഒരു അളവ് മതിയാവും കേട്ടോ. അതായത് 1/4 കപ്പ് പാലിന് 1/4 കപ്പ് ഓയിൽ. പക്ഷേ ചിലപ്പോൾ ഇത് ലൂസായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ള് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇടിക്കലിൽ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ കടുക്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർക്കണം. ഞാനത് എടുത്ത സമയത്ത് വീഡിയോ ഓഫായതാണ്, അത് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഓയിലും നമ്മുടെ പാലും കൂടിയുള്ള എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഏറ്റവും ഹൈ സ്പീഡ് ഏതാണോ അതിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതാ ഞാനൊരു 35 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് കുഴപ്പമില്ല, ഈ ഒരു കൺസിസ്റ്റൻസി മതി. പക്ഷേ നമുക്ക് കുറച്ചും കൂടി കട്ടിയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ലൂസായിട്ടാണ് മയോണൈസ് വന്നതെങ്കിൽ ഒരു പേടിയും വേണ്ട. കുറച്ചുകൂടി ഓയിൽ ഒഴിക്കുക, അതായത് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക, വീണ്ടും അടിക്കുക. ശരിയായില്ലെങ്കിൽ വീണ്ടും ഓയിൽ ഒഴിക്കുക. അങ്ങനെ ഒഴിച്ച് നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. ഫുൾ സ്പീഡിൽ തന്നെ അടിക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ധാരാളമാണ്. നമ്മുടെ ബർഗറിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യമുള്ളത്. ഒരുപാട് കട്ടിയുള്ള മയോണൈസ് നമുക്ക് ആവശ്യമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്ററാണ്, അതായത് മിക്സിയിലാവുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുള്ളൂ. ബീറ്ററാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിരിക്കും. അപ്പോൾ ബീറ്റർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മിക്സി വെച്ചിട്ട് നമ്മൾ സാധാരണക്കാർക്ക് മിക്സിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ തന്നെ ചെയ്തത്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് എഗ്ലെസ് മയോണൈസ് തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. കാരണം ഇനി ബാക്കിയുള്ള തയ്യാറെടുപ്പൊക്കെ വേണമല്ലോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പാറ്റീസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കണം. ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന കട്ട്ലറ്റ് പോലത്തെ സംഭവം. അതുണ്ടാക്കാനായിട്ട് ഞാനതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ്, ബോൺലെസ് പീസ് സെപ്പറേറ്റ് ചെയ്തതാണ്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ മിൻസ്ഡ് മീറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഞാൻ വേറെ ബൗളിലിട്ടൊരു കാണിച്ചത്. എന്താ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്കൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടത് പാപ്രിക്ക പൗഡറാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ മുളക് പൊടി തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് പുതിനയുടെ ഇല. ഞാൻ 2 തണ്ട് പുതിന എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില അതേപോലെ തന്നെ 2 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 സ്ലൈസസ് വൈറ്റ് ബ്രെഡാണ്. ബ്രൗൺ ബ്രെഡ് ആയാലും കുഴപ്പമില്ല. ഇത് ചേർക്കുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മൾ ചിക്കൻ പാറ്റീസ് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല എല്ലാം കൂടി നമ്മൾ കുഴയ്ക്കുമ്പോൾ കറക്റ്റ് ആ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും അത് ഇങ്ങനെ അടർന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ബൈൻഡിങ് ആക്ഷനാണ് ബ്രെഡ് ചേർക്കുമ്പോൾ. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലായാലും മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി അപ്പം തന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് കാരമലൈസ് ആവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അതായത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ. ഇനി ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസസ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള സവാള വെളുത്തുള്ളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം പാപ്രിക്ക പൗഡറാണ്, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ കുറച്ചുകൂടി ഉപ്പ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ നേരത്തെ സവാളയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡിലും ചെറുതായിട്ട് ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും പൊടിക്കുക. അങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബ്രെഡും എല്ലാ കൂട്ടും കൂടിയിട്ടുള്ളത് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പാറ്റീസിൻ്റെ രൂപത്തിലൊന്ന് പരത്തിയെടുക്കണം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കന് പകരം, അതായത് മിൻസ്ഡ് മീറ്റിന് പകരം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി കുഴച്ചെടുക്കുക കേട്ടോ. ബാക്കി ബ്രെഡും എല്ലാ കൂട്ടുമൊക്കെ സെയിം തന്നെ എടുക്കുക. ഇതുപോലെ എല്ലാ പാറ്റീസും കൈ വെച്ച് പരത്തിയെടുക്കുക. ഒരുപാട് കനം കൂടുവരുത്, എന്നാൽ ഒരുപാട് കനം കുറയുവരുത്. ആ ഒരു രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാറ്റീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 7 ചിക്കൻ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് വെറുതെ കഴിക്കാം കേട്ടോ. ബർഗറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് കഴിക്കണം എന്നൊന്നുമില്ല. ഇത് വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ നമ്മൾ മയോണൈസോ ടൊമാറ്റോ കെച്ചപ്പോ കൂട്ടിയിട്ട് കഴിക്കാനോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത് അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ചും കൂടി ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പാറ്റീസ് ഇട്ടുകൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട സൈഡ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 മിനിറ്റ് ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ അളവിൽ ആ നല്ല ഡാർക്ക് റെഡ് കളറിൽ നമുക്ക് മൂത്ത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കരിഞ്ഞ് പോകും കേട്ടോ. ചില ബർഗർ കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പാറ്റീസ് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട് പുറത്ത് കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ. നന്നായിട്ട് ഡാർക്ക് ഇങ്ങനെ കരിഞ്ഞ പാട് കാണും. കണ്ടോ, ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കും. ഈ ഒരു കളറാണ്. നമുക്കിതെല്ലാം ഇനിയും നന്നായിട്ട് മൊരിയണം. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ചിട്ടിട്ട് കുക്ക് ചെയ്യാം. അടച്ചിടുന്നത് പെട്ടെന്ന് വേവാനാണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ഗ്യാപ്പിൽ തുറന്ന് നോക്കിയിട്ട് അടുത്ത് തന്നെ ഉണ്ടാവണം, വേറെ എവിടെയും പോകരുത്. അപ്പോൾ കറക്റ്റ് ആ 2 മിനിറ്റ് ഗ്യാപ്പിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു സൈഡ് കറക്റ്റ് റെഡായിട്ട് വന്നിട്ട് ഡാർക്ക് റെഡ് കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ. അപ്പോൾ നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാറ്റീസൊക്കെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്കൊന്നും ആയിട്ടില്ല. ഇനി നമുക്കിത് മാറ്റാം.
പുറത്തേക്ക് എടുത്താലും ഇത് കുക്കാവും, അതായത് ക്യാരി ഓവർ കുക്കിംഗ് നടക്കും. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇത് മാറ്റണം. ഇതുപോലെ ബാക്കിയുള്ള പാറ്റീസ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 7 പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ അസംബിൾ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ ബർഗർ ബണ്ണ് 2ആയിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതുപോലത്തെ വലിയൊരു കത്തി വെച്ചിട്ട്, നമ്മൾ സാധാരണ കേക്ക് ലെയർ ചെയ്യാനും ബ്രെഡൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറേറ്റഡ് നൈഫാണ്, അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാം. അത് വേണമെന്നൊന്നുമില്ല, സാധാരണ കത്തി മതി കേട്ടോ. അപ്പോൾ അത് 2 കഷ്ണമായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യമുള്ള 3 ആൾക്കാരാണ് നമ്മുടെ സവാള വട്ടത്തിലരിഞ്ഞത്, തക്കാളി, പിന്നെ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കുഞ്ഞായിട്ട് അരിഞ്ഞത്. കണ്ണി കണ്ട പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞ് ബർഗർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാനിത് പുറത്തുനിന്ന്, അതായത് നമ്മളിവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, വളരെ ഫേമസ് ആണ്. അവിടുത്തെ ബർഗറിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു റെസിപ്പിയിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ 2 സ്ലൈസും എടുത്തിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ സ്പ്രെഡ് ചെയ്തല്ലോ, അതിൻ്റെ മുകളിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ടൊമാറ്റോ സോസും അതുപോലെ മയോണൈസും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് ബർഗർ കഴിക്കുമ്പോൾ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഹോം മെയ്ഡ് ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു കാർഡ് വരും, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 ബൺ പീസസിലും നമ്മുടെ മയോണൈസും ടൊമാറ്റോ സോസും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒക്കെ കൂടി വാരി വലിച്ചിടുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് ലെയർ എടുക്കുക, അതായത് ഏറ്റവും താഴത്തെ ബണ്ണിൻ്റെ പീസ് എടുക്കുക. അതിലേക്ക് 1 സ്ലൈസ് ഓണിയനും പിന്നെ 2 സ്ലൈസ് ടൊമാറ്റോയും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കേണ്ടത് ക്യാബേജ് അരിഞ്ഞതാണ്. ഒന്നില്ലെങ്കിൽ അത് വെറുതെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മയോണൈസും അതുപോലെ ടൊമാറ്റോ സോസും മിക്സ് ചെയ്ത ഒരു സോസിലോ അല്ലെങ്കിൽ മയോണൈസ് മാത്രം എടുത്തിട്ട് അതിൽ നമ്മുടെ ക്യാബേജ് മിക്സ് ചെയ്തിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ഇട്ടുവെന്നേ ഉള്ളൂ. കാരണം ക്യാബേജും മയോണൈസും തമ്മിലുള്ള ആ ഒരു കമ്പൈൻഡ് ടേസ്റ്റ് വളരെ നല്ലതാണ്, അതുകൊണ്ടാണ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാറ്റീസിലൊരെണ്ണം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസും വെച്ച് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ പാറ്റീസിൻ്റെ മുകളിൽ ചീസ് വയ്ക്കുക, അല്ലെങ്കിൽ ചീസിൻ്റെ മുകളിൽ പാറ്റീസ് വയ്ക്കുക. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ മുകൾ ഭാഗം, ബണ്ണിൻ്റെ മുകൾ ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടൂത്ത് പിക്കിൽ ഒരു ചെറി കുത്തി വെച്ചിട്ട് ഞാനത് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാറ്റീസും ചീസൊക്കെ അതിൻ്റെ പ്ലേസിൽ തന്നെ അനങ്ങാതെ ഇരിക്കുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല കാണാൻ നല്ല ഒരു ഭംഗിയും കൂടിയുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ മറ്റൊരു ബർഗർ കൂടി റെഡിയാക്കുകയാണ്. ഞാനൊരു കാര്യം വിട്ടുപോയി, അതായത് നമ്മൾ ക്യാബേജും മയോണൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാബേജും ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 ബർഗറും റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഞാൻ പാറ്റീസിൻ്റെ മുകളിലാണ് ചീസ് വെച്ചത്, ഒരെണ്ണത്തിൻ്റെ ചീസിൻ്റെ മുകളിലാണ് പാറ്റീസ് വെച്ചത്. അപ്പോൾ ഇനി ഞാനിതൊന്ന് മൈക്രോവേവിൽ വെക്കാൻ പോവാണ്. 1.5 മിനിറ്റ് വെക്കുകയാണ്. മൈക്രോവേവ് ഓവനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചീനച്ചട്ടി എടുക്കുക, ഒരു ചെറിയൊരു റിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് 2 ബർഗറും വെച്ചിട്ട്, 2 അല്ല നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അത്രയും ബർഗർ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഹീറ്റിലൊരു 3 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായിക്കോളും. ഇതാ കണ്ടോ, നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ചീസ് അത്യാവശ്യം മെൽട്ടായിട്ടുണ്ട്. ഈ ഒരു ബർഗർ നല്ല ജ്യൂസിയും ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം മയോണൈസ് കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മാത്രം എനിക്ക് ഫീഡ്ബാക്ക് തരാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ കാണുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഹോം മെയ്ഡാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.